ശ്രീ ഷാഫി പറമ്പിൽ, നിലവിൽ ഇന്നലെ നിങ്ങൾ നടത്തിയ പ്രതിഷേധ മാർച്ചിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന തരത്തിലുള്ള കേസ് തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്, വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ഏതു തരത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനം? അടുത്ത കേസ് കൂടിയാവുകയാണ്. ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള നീക്കം? ഇല്ല, ഞങ്ങള് സമരം ചെയ്യുമ്പം കേസ് വരില്ല എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല സമരം ചെയ്യുന്നത്. കേസ് ഒരു കരിങ്കൊടി കാണിച്ചാൽ പോലും പിന്നെ കേസെടുക്കുന്ന സർക്കാരാണ്. മാത്രമല്ല, കരിങ്കൊടി കാണിക്കുന്നു പ്രതീക്ഷിച്ചിട്ട് ആളുകളെ കരുതൽ തടങ്കലിൽ വെക്കുന്ന സർക്കാരാണ്. ആളുകൾ, ചെറുപ്പക്കാർ, മുഖ്യമന്ത്രി വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ പാലക്കാട് ജില്ലയിലേക്ക് വന്നപ്പോ 23ഓളം സഹപ്രവർത്തകർ തടവറയിലായിരുന്നു. മുഖ്യമന്ത്രി വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് കരുതൽ തടങ്കലിൽ ഒരു കറുത്ത കക്ഷം തുണി കൊണ്ടൊരു ജനാധിപത്യ പ്രതിഷേധം കാണിക്കുന്നതിന് പോലും ഭയപ്പെട്ട് കേസെടുക്കുന്ന സർക്കാരാണ്. ആ സർക്കാരിന്റെ മുമ്പിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ കേസ് വരുന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. കേസ് വരുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അതിനെ രാഷ്ട്രീയമായി നിയമപരമായി നേരിടാൻ ഞങ്ങൾ തയ്യാറുമാണ്. ഞങ്ങൾ ഇനിയും സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇന്നും ഇടുക്കിയിലും വയനാടും ഉൾപ്പെടെയുള്ള 2-3 ജില്ലകളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ട്. നാളെ 3ഓളം ജില്ലകളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടും ആ അറസ്റ്റ് ചെയ്ത രീതി അത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പ്രതിഷേധമുണ്ട്, പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പ്രതിഷേധമുണ്ട്. അതിനെതിരായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് ഒരു പ്രതിപക്ഷ യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ജനാധിപത്യ പ്രതിഷേധങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഈ കേസെടുക്കുന്നതിലോ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നതിലോ ഭയമില്ല, പിന്മാറുകയുമില്ല, മുന്നോട്ട് തന്നെ എന്ന് ഉറച്ച നിലപാടല്ലേ? അങ്ങനെ പിന്മാറാൻ പറ്റില്ലല്ലോ. അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾ പിന്മാറണം എന്നുള്ളതാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? ഇപ്പൊ രാഹുലിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താ? അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ്, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വീട്ടിൽ കയറി ഞങ്ങൾ അറസ്റ്റ് ചെയ്തു, അപ്പൊ സമരങ്ങളൊന്ന് കുറച്ചു എന്നുള്ളതാ. ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ? ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ്, ഈ ജനാധിപത്യ വിരുദ്ധതയെ ഞങ്ങൾ അംഗീകരിക്കില്ല. സംസ്ഥാന പ്രസിഡന്റിനോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിശബ്ദരാവാനല്ല, കൂടുതൽ ആർജവത്തോടെ സമരം ചെയ്യാനാണ് പോകുന്നത് എന്നുള്ളത്. ഞാൻ ചോദിക്കുന്ന, ഗവൺമെന്റിന് എന്ത് ഗുണമാണ് ഇന്നലെ അറസ്റ്റ് കൊണ്ട് കിട്ടിയത്? ഞങ്ങള് ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു, പിന്നെ അറസ്റ്റും ജയിലും ഒക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് സമരത്തിന് ഇറങ്ങുന്നത്. ഞങ്ങളുടെ 18ഓളം ദിവസം ഞങ്ങളുടെ 10-30 സഹപ്രവർത്തകർ ജയിലിലായിരുന്നു. ഇപ്പോഴും രാഹുലും 4 സഹപ്രവർത്തകരും ജയിലിലാണ്. 2 വനിതകളെ പിന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസം പിന്നെ തടവറയിലിട്ട് നമുക്കറിയാം. പക്ഷെ അതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ സമയം ഇവർ മറ്റുള്ളവരോട് എന്ത് ചെയ്യുന്നു? ഒന്ന്, ഇപ്പൊ 6 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരുത്തന്റെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് ഈ പോലീസ് വരുത്തിയ ഗുരുതരമായ വീഴ്ചകളെ സംബന്ധിച്ച് കോടതി തന്നെ അതിന്റെ ഉത്തരവിൽ പറയുന്നത് നമ്മൾ കണ്ടു. എന്ത് ഗൗരവമാണ് ഇവർ പോലീസ് ആ കേസിന് കൊടുത്തത്? 2, സമരം ചെയ്യുന്ന SFIക്കാരെയും DYFIക്കാരെയും ഇവരെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്ന പ്രതിഷേധക്കാരെ ഏതു തരത്തിൽ നേരിടുന്നു എന്നുള്ളതാണ്. മുൻപൊക്കെ നമ്മൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ തരത്തിൽ ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്ത പോലെ കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകയായിട്ടുള്ള സാന്ദ്രയെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത രീതിയൊക്കെ നമ്മൾ കണ്ടു. ആ ഒരു പ്രവണത മാറുന്നു, പുതിയൊരു പ്രവണത രൂപപ്പെടുന്നു. അതിനെതിരെയുള്ള നിങ്ങളുടെ പ്രതിഷേധം എങ്ങനെയാണെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്നലെ എടുത്തിരിക്കുന്ന ഈ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടോ? ഇന്നലെ എടുത്ത കേസിൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ഞങ്ങൾ മാർച്ച് ചെയ്ത ഞങ്ങൾക്കെതിരെ കേസെടുത്തോട്ടെ, ഞങ്ങൾ അതിനകത്ത് ഭയപ്പെടുന്നില്ല. ഞങ്ങൾ സമരരംഗത്ത് പിന്മാറാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്, ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾക്കെതിരെ പ്രതിഷേധിക്കുമ്പോഴത്തേക്കും അതെന്തോ ഏറ്റവും വലിയ പാതകമാണെന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പ്രത്യേകം, രാഹുലിനെ അവിടെ പോലീസ് അത്രയും നേരത്തെ വീട്ടിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതിനോടൊക്കെ അയാൾ സഹകരിക്കുകയാണ്. അയാൾ സഹകരിച്ചു കഴിഞ്ഞിട്ട് അവിടെ പത്രമാധ്യമങ്ങളോട് ഒരു കമന്റ് പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവിടുത്തെ SHO, ആ SHOയുടെ പെരുമാറ്റം അത് ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കോളർ പിടിച്ചു വലിച്ച് മാധ്യമങ്ങളോട് ഒരു കമന്റ് പറയുന്നതിന് തടയാൻ ശ്രമിക്കുന്നതും കഴുത്തിൽ പിടിച്ച് മുറുക്കുന്നതും ഒക്കെ വളരെ ഇന്റൻഷനലായി പിണറായി വിജയന്റെ തൃപ്തിക്ക് വേണ്ടി വിഷ്വൽ പിണറായി വിജയൻ കണ്ടിട്ട് എന്തെങ്കിലും അതിന്റെ മെച്ചം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു തരം താണം നിലവാരമില്ലാത്ത പോലീസിങ്ങിനെയാണ് അവിടെ കാണാൻ സാധിച്ചത്. ആ തൃപ്തി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്ത് കയറിയിട്ട് വേണ്ട. അതവിടെ പിണറായി വിജയന്റെ വീട്ടിൽ വല്ല പാലും ബിസ്ക്കറ്റൊക്കെ മേടിച്ചു കൊടുത്തിട്ട് മതി. ഞങ്ങളുടെ സഹപ്രവർത്തകരോട് പോലീസുമായി സഹകരിക്കുമ്പോൾ തന്നെ അവരോട് ചെയ്യുന്ന ഈ അനീതിയെ ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഞങ്ങള് ഒളിച്ചു നടക്കുന്നവരോ മുങ്ങി നടക്കുന്നവരോ അല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പകൽ വെളിച്ചത്തിൽ തിരുവനന്തപുരത്തും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും കൊല്ലത്തും DGP ഓഫീസിന്റെ മുമ്പിലും ഒക്കെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ്. അപ്പോ അത് അങ്ങനെ ഒരു മര്യാദയില്ലാത്ത സമീപനം പോലീസ് വെച്ച് പുലർത്തിയ ഞങ്ങൾ കൂടുതൽ ശക്തമാക്കും സമരം എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട.
ശരി, ഷാഫി പറമ്പിൽ MLA ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവാണ് പ്രതികരിച്ച് അദ്ദേഹം സൂചിപ്പിച്ചതനുസരിച്ച് അറസ്റ്റും ജയിലും ഒന്നുമല്ല ഭയം, അതിനെ സ്വീകരിക്കുന്ന രീതിയെയാണ് യൂത്ത് കോൺഗ്രസ് പഠിക്കുന്നത്.